അതിൽ പറഞ്ഞ ഒരു പ്രായം ആവട്ടെ, പണ്ടുണ്ടായിരുന്ന ഒരു സംഗതിയാണ് കുറെ കൂടി പ്രായമായതിനു ശേഷം ചെയ്യാൻ. അതെന്താ കാരണം എന്ന് വെച്ചാല് ഹജ്ജിന്റെ പുണ്യം പറയുന്നിടത്ത് നിബ്സദം പഠിപ്പിച്ചു കയൗമ വലദത്തുഹു ഉമ്മുഹു. ഒരാൾ മഖബൂലും മബ്റൂറുമായ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ഹജ്ജ് നിർവഹിച്ചിങ്ങോട്ട് വന്നാൽ ഉമ്മ പെറ്റ അന്ന് ഒരു കുട്ടിയെപ്പോലെ അത്രയും നിഷ്കളങ്കനും നിർമ്മലനും ആയിരിക്കുന്ന, എല്ലാത്തിനും പാപമുക്തനായി പരിശുദ്ധനായിട്ട് തിരിച്ചു വരിക എന്നാണ്. അപ്പോൾ എല്ലാ കുരുത്തക്കേടും കളിച്ച് അഴിമതിയാണെങ്കിൽ അഴിമതി, കൈക്കൂലിയാണെങ്കിൽ കൈക്കൂലി, പരിശാണെങ്കിൽ പരിശ, എല്ലാ പിടിപ്പുകേടുകളും കഴിഞ്ഞിട്ട് പോയിട്ടൊന്ന് ഹജ്ജ് ചെയ്തുകൊണ്ട് കുളിച്ച് മാറ്റിയാൽ വൃത്തിയായി എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ടാണ് അവസാനത്തേക്ക് വെക്കണത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ബാമ്പു വെക്കാമത്തൊക്കെ കൊടുത്തിട്ട് വരെ പോകുവാൻ, ഇനി നിങ്ങൾ തിരിച്ചു വരുന്നില്ല എന്നുള്ള രൂപത്തിൽ വസിയത്തൊക്കെ എഴുതി വെച്ചിട്ട്, വസിയത്ത് എഴുതിയൊക്കെ എപ്പോഴും നല്ല കാര്യം തന്നെ. അപ്പം യഥാർത്ഥത്തിൽ ഹജ്ജിന് പോയ ആളുകളോട് ചോദിച്ചാൽ അറിയാം, ഇത് യുവാക്കൾ ചെയ്യേണ്ട ഇബാദത്താണ്. ഹജ്ജും ഉംറയും യുവാക്കൾ ചെയ്യേണ്ട ഇബാദത്താണെന്ന് ഒരു പ്രാവശ്യം പോയവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. കാരണം നല്ല ആരോഗ്യം ആവശ്യമുള്ള, ഒരുപാട് നടക്കേണ്ട, ഭയങ്കരമായ തിരക്കിൽ പെടുന്ന ഒരു ആരാധനാകർമ്മമാണ് ഹജ്ജ്. അത് ഒരു ദിവസം കൊണ്ടോ മണിക്കൂർ കൊണ്ടോ തീരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് യുവാക്കൾ ഇതിലൊരു മത്സര ബുദ്ധിയ ഇറങ്ങാണ് വേണ്ടത്. ഇന്തോനേഷ്യക്കാരൊക്കെ അങ്ങനെയാണ്. അവർ വിവാഹം ചെയ്ത ആദ്യത്തെ തന്നെ ഡിമാൻഡ് പോയി ഹജ്ജ് ഉംറയും ചെയ്തു വരിക എന്നുള്ളതാണ്. നമ്മൾ മഹുറത്ര മറ്റേ ശ്രീധനത്ര എന്നൊക്കെ പറയുന്ന കാലത്ത് ഓരോ ഇതെന്താ, ഞാൻ ഒരു വിവാഹം ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ ഓരോ ഉദ്യമം ടൂർ പോക്കല്ല, ഹജ്ജോ ഉംറ. ഹജ്ജിന് പോണവർ കഴിയുന്ന പോലെ അങ്ങനെ പോകും, അല്ലെങ്കിൽ ഉംറക്ക് പോകും. ആ നിലക്കുള്ള ശ്രദ്ധ അതിൽ വേണം. അതിൽ വേണം. അതെ.